സിംഗിൾ ലൈഫാണോ കമ്മിറ്റഡ് ലൈഫാണോ നല്ലത്? സിംഗിൾ ലൈഫ്. കമ്മിറ്റഡ് ആയിട്ടില്ല ഇതുവരെ. കമ്മിറ്റഡ് ആവാത്തോണ്ടാണെന്ന് തോന്നുന്നത് സിംഗിൾ ലൈഫാണ് നല്ലതെന്ന് തോന്നുന്നത്. അതുമല്ല, കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരു സ്വസ്ഥത ഇല്ലായ്മ പ്രത്യക്ഷ. ഇനി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു അടിപൊളിയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കിടയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷനും വേണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു മുഖഭാവമൊക്കെ കാണുന്നുണ്ട്. ആരിലാണത് കണ്ടത്? ചോദ്യം എനിക്കറിയാം. നമ്മളുടെ തന്നെ ഇപ്പോ പിന്നെ ആർക്കും മനസ്സിലാവാത്തോണ്ട് കുഴപ്പമില്ല. ആർക്കും മനസ്സിലായി കാണില്ല. സംഗതി എനിക്ക് തോന്നുന്നത് സിംഗിൾ ആണ്. കാരണം ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ നമുക്ക് ചോദിക്കാനും പറയാനും ഇങ്ങനെ പറന്ന് നടക്കാം. അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പം നീ എവിടെ അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കാൻ ആരുമില്ല. അതുപോലെ നമ്മളങ്ങനെ വഴിയേറ്റി പോണ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. എന്നാലും നമ്മുടേതായ ആ ഒരു ഫീൽഡിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അതെ, ഡയറക്ടർ സാറിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ? അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പം എനിക്ക് ഏകദേശം പ്രായം പറയുന്നില്ല, ഒരു ഏജ് ഉണ്ട്. അപ്പോ കല്യാണം കഴിക്കേണ്ട സമയമായി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നിന്റെ അത്ര ഇല്ല. എന്തായാലും നീ 3 വയസ്സിൽ നീ പിന്നെ 40 പേരെ പോയി പെണ്ണുണ്ടത് ഓരോന്ന് മുടങ്ങുമ്പോഴും വന്ന് വിഷമിക്കും. അമ്പലത്തിൽ പോയി എനിക്കൊരു പെണ്ണ്. അപ്പോ അപ്പൊ ഇതേപോലെ വരുന്നുണ്ട്. അപ്പം ഈ സിനിമ ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറഞ്ഞ ഈ 4 വർഷത്തോളം ഞാൻ കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു അതിന് മുന്നേ വരെ. അപ്പൊ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് സിനിമയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ടൈമിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ലെവലിൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ ഒരു പ്രോജക്റ്റ് ഓണാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോൾ പല കൂട്ടുകെട്ടുകളിൽ പെടാത്തതും അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്മിറ്റഡ് ആവാത്തതും ഈ പറഞ്ഞ സിനിമയിലേക്ക് എന്നെ ഉറച്ചു നിർത്താനായിട്ട്. കാര്യം വേറൊരു ഇതില്ല. ഇപ്പൊ മറ്റേത് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് കുട്ടിയെ നോക്കണം, അതുപോലെ ബാക്കി കാര്യങ്ങൾ അതിന്റെ പുറകെ വരും. അപ്പൊ നമ്മള് തിരിച്ച് നടക്കുന്നു എന്ന് പറയും. പൊളിറ്റിക്കലി അത് കറക്റ്റ് അല്ല. അത് എന്ത് പറ്റി? കല്യാണം കഴിച്ചോണ്ട് കുട്ടിയെ നോക്കണമെന്ന് ഇപ്പോഴത്തൊക്കെ പെൺകുട്ടികൾക്ക് സ്വയം അല്ലേ, അവരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നോക്കാൻ പറ്റുന്ന അത്രയും നല്ലത്. എങ്കിലും ഓക്കെ, എങ്കിൽ ഇപ്പൊ കെട്ടി അപ്പൊ കെട്ടും. പക്ഷെ എന്താ മുജിക്കൊക്കെ എന്ത് വരാ? പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ്. അങ്ങനെയൊന്നുമല്ല. എന്നാലും ഞാൻ ഇപ്പൊ ഈ ഒരു ഇത് കണ്ടിട്ട് എത്ര പെട്ടെന്ന് കല്യാണം നടക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. അയ്യോ വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പട്ടായയിലുള്ള യാത്രയാണ് അടുത്ത വലിയ ആഗ്രഹം. ഞാൻ ഈ കേരളം വിട്ട് പുറത്തു പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത് ഞാനൊരു ഇംഗ്ലീഷ് വാക്ക് പറയാം, അതിന് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഇല്ലടാ, ഇവൻ ട്രൈ ചെയ്യും. ഞാൻ പറയില്ല. ഒന്നാമത് ജലദോഷവും എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഡയലോഗ് ഇന്നലെ ഒരു വീഡിയോ എടുത്തത് ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുറെ ടേക്ക് എടുത്തു. ടൈം സ്ലിപ്പ് ആണ്. മലയാളം പോലും കറക്റ്റ് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അല്ല എങ്കിൽ ഒരാൾക്കല്ലേ പ്രശ്നമുള്ള കപ്പാസിറ്റി എന്താണെന്ന് ജനങ്ങൾ ഇതേപോലെ ഓരോ ആൾക്കാർ അന്ന് നിന്നെ കൊണ്ട് കഴിയും മറ്റല്ലേ പല ഘട്ടങ്ങളിലായി എന്നെ പലതിനും ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് ഇതായിരുന്നു. എന്തായാലും വാക്ക് പറയാം. ഹിപ്പോപ്പൊട്ടാമോൺസ്റ്റസ് എസ്കേപ്പേഡിലിയ ഫോബിയ ഇതായിരുന്നു സാധനം. ഇത് നീ എഴുതി തന്നിട്ട് ഇപ്പൊ ഇമ്പോസിഷൻ എഴുതി ഞാൻ പഠിച്ചാൽ പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സ്കിപ്പ് അടിച്ച് നന്നായില്ലേ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലൈക്ക് ഇറ്റ്സ് എ ഫൺ ആക്ച്വലി. ഹിപ്പോപ്പൊട്ടാമോൺസ്റ്റസ് എസ്കേപ്പേഡിലിയ ഫോബിയ. ഹിപ്പോപ്പൊട്ടാമോൺസ്റ്റർ തെറ്റിക്കല്ലേ ഇത്. ഹിപ്പോപ്പൊട്ടാമോൺസ്റ്റസ് എസ്കേപ്പേഡിലിയ ഫോബിയ. ഇതെന്താ ശരിക്കും അർത്ഥം എന്താ അറിയോ? ശശി തരൂർ സാറ് പറഞ്ഞൊരു വേർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നീളം കൂടിയ വാക്കുകൾക്കുള്ള പേടി, അതാണ് ശരിക്കും ഈ വാക്ക്. ഓ, ആ പേടി എനിക്ക് ഇപ്പൊ ഉണ്ട്. ആ വാക്കാണ് എനിക്കിപ്പോ ഉള്ളത്. അതെ അതെ അതെ, കേട്ടപ്പോ തന്നെ എന്തൊരു പുകമറ വന്നതുപോലെ. ഇത് ചോദിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് പഠിച്ചത്. നമ്മളെ സ്കിപ്പ് ചെയ്യാൻ ചെയ്തറാ നിസ്സാരം പോലെ.